എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് ഇന്നത്തെ ട്രിപ്പ് ടു മൈ ഗാർഡൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴവർഗ്ഗം തന്നെയാണല്ലോ പേരയ്ക്ക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേരയ്ക്ക ഗോവ പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. മെയിനായിട്ട് കാണപ്പെടുന്ന ചില പേര ഇനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധ ഇനം ഗോവ പ്ലാന്റ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. ആദ്യമായിട്ട് ലക്നൗ 49 അല്ലെങ്കിൽ സർദാർ എന്നും ഇതിന് പറയും. നല്ല മധുരമുള്ള പേരയ്ക്കാണ്, അകത്ത് വൈറ്റ് പൾപ്പാണ്. UP ആണ് ഇതിൻ്റെ മെയിൻ സ്ഥലം. അപ്പോൾ എയർ ലെയർ ചെയ്ത തൈകൾ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വിവിധ നഴ്സറികളിൽ നിന്നോ ഒക്കെ വാങ്ങാനായിട്ട് കഴിയും. ഇത് അലഹബാദ് സഫേദ മീഡിയം സൈസിലുള്ള പേരയ്ക്കാണ്. നല്ല മധുരമാണ്, വൈറ്റ് പൾപ്പാണ്, സീഡ്സ് കുറവാണ്. അപ്പോൾ ലക്നൗ 49ഉം അലഹബാദ് സഫേദയുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബനാറസി ഗോവയാണ്. നമുക്ക് ടെറസിലൊക്കെ വളർത്താൻ നല്ലൊരു വേരിയൻ്റാണ്. നല്ല വൈറ്റ് പൾപ്പാണ്, നല്ല ടേസ്റ്റിയാണ്. പ്ലാന്റ് ഹൈറ്റ് 4 to 5.5 മീറ്റർ വരും. ലൈറ്റ് യെല്ലോ കളേർഡ് ഫ്രൂട്ടാണ്. ഇതിൻ്റെ തന്നെ ഗ്രാഫ്റ്റഡ് വെറൈറ്റിയും എയർ ലെയർഡ് വെറൈറ്റിയും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഈ ഗോവ വേരിയൻറ്റിൻ്റെ പേരാണ് ചിട്ടിദർ ഗോവ. നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഗോവയാണ്. നല്ല സോഫ്റ്റ് സ്കിന്നാണ്. സ്കിന്നിൽ റെഡ് സ്പോട്ടുകൾ കാണപ്പെടും. നല്ല വൈറ്റ് ഫ്ലഷാണ്, നല്ല ടേസ്റ്റാണ്. ഈ ഗോവ പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ടെറസിലൊക്കെ വെച്ച് വളർത്താൻ ഇത് നല്ല ഒരു വെറൈറ്റിയാണ്. ഗ്രാഫ്റ്റഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഡ്രമ്മിൽ വയ്ക്കാം. ഈ ഗോവ വേരിയൻറ്റിൻ്റെ പേരാണ് ഹരിജ. ഇതിൻ്റെ എയർ ലെയർഡ് പ്ലാന്റ്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ എയർ ലെയർഡ് ആയതുകൊണ്ട് നമുക്ക് ലാൻഡിൽ വളർത്താനാണ് കുറച്ചുകൂടി നല്ലത്. ഇതും നല്ല മധുരമുള്ള പേരയ്ക്ക തന്നെയാണ്. ഈ വേരിയൻറ്റിൻ്റെ പേരാണ് അർക്ക മൃദുല. നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു പേരയ്ക്കയാണ്, വൈറ്റ് ഫ്ലഷാണ്. ഏകദേശം ഈ ഫ്രൂട്ടിൻ്റെ വെയിറ്റ് 180 ഗ്രാമൊക്കെ വരും. നല്ലൊരു വെറൈറ്റി തന്നെയാണ് അർക്ക മൃദുല. ഈ പേരയിനമാണ് VNR ബിഹു. ഇതൊരു പ്രൈവറ്റ് ഫേം ഡെവലപ്പ് ചെയ്തെടുത്ത പേരയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പേരയ്ക്ക എന്ന് പറയാൻ പറ്റുന്ന ഒരു പേരയാണിത്. ഏകദേശം 800 മുതൽ 1 കിലോ അതിൽ കൂടുതലും സൈസ് ഇത് വരാറുണ്ട്. നല്ല ടേസ്റ്റും വൈറ്റ് പൾപ്പുമാണ്. ഇതാണ് തായ്ലൻഡ് ഗോവ അല്ലെങ്കിൽ തായ് പിങ്ക് ഗോവ എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള ഗോവ തന്നെയാണ്. 400 ഗ്രാമൊക്കെ ഒരു പേരയ്ക്ക വരും. നല്ല പിങ്ക് കളറാണ് അതിൻ്റെ ഉൾവശം. ഉള്ളിൽ കുരു കുറവായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പേരയ്ക്കയാണിത്. ഇതാണ് ജപ്പാൻ പേര അല്ലെങ്കിൽ റെഡ് ഡയമണ്ട്. സീഡ്ലെസ് ആണ്, നല്ല ക്രഞ്ചിയാണ്. ടേബിൾ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പേരയ്ക്കയുമാണ് ഇതിനുള്ളത്. ഗ്രാഫ്റ്റഡ് ആണ്, നമുക്ക് ഡ്രമ്മിൽ വെച്ച് ഈസി ആയിട്ട് വീട്ടിൽ വളർത്താം. ലളിത് ഗോവ എന്നാണ് എൻ്റെ പേര്. നല്ല പിങ്ക് കളറിലുള്ള അത്യാവശ്യം സീഡ്സൊക്കെ ഉള്ള പ്ലാന്റാണ്. കുറച്ച് ഫ്ലഷിയാണ്. നമുക്ക് ടേബിൾ പർപ്പസിന് യൂസ് ചെയ്യാം, ഡ്രമ്മിൽ വെച്ച് വളർത്തിയെടുക്കാം. ഇതാണ് ധരിദാർ ഗോവ. ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും. അകത്ത് വൈറ്റാണ് ഫ്ലഷ്. സാമാന്യം കുരുവുണ്ട്, സാമാന്യം വലിപ്പവുമുണ്ട്. ടേബിൾ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഖാജ അല്ലെങ്കിൽ ബംഗാൾ സഫേദ എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. ഇതും നമുക്ക് ടെറസിൽ കണ്ടെയ്നറിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ്. ഇയർ ത്രൂ ഔട്ട് ഇതിൽ കായ്കൾ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ടേബിൾ പർപ്പസിന് യൂസ് ചെയ്യാം. ഈ ഗോവ വേരിയൻറ്റിൻ്റെ പേരാണ് പന്ത് പ്രഭാത്. ഇത് നമുക്ക് ഗ്രാഫ്റ്റഡ് വെറൈറ്റി ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്താൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ ഗോവ വേരിയൻറ്റിൻ്റെ പേരാണ് തായ് സൂപ്പർ കിരൺ. ഇത് ഗ്രാഫ്റ്റഡ് വെറൈറ്റിയാണ്. നല്ല വൈറ്റ് ഫ്ലഷാണ്. ഉള്ളിൽ സീഡ്സ് വളരെ കുറവാണ്. സാമാന്യം വലിയ സൈസുമാണ്. KG ഗോവ എന്നാണ് ഈ വേരിയൻറ്റിൻ്റെ പേര്. ഇത് സാധാരണ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്ലാന്റ്സ് ഓൺലൈനിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഗ്രാഫ്റ്റഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഡ്രമ്മിൽ വെച്ച് വളർത്താനും കഴിയും. ഈ ഗോവ വെറൈറ്റി നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ല. പക്ഷേ അതിൻ്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വേരിഗേഷനൊക്കെ ഉള്ള ലീഫാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോവയുടെ പേര് ഗോവ വെരിഗേറ്റ എന്നാണ്. ഇത് നല്ല നീളത്തിൽ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഫ്രൂട്ടിൻ്റെ സ്കിന്നിലും വേരിഗേഷൻ ഉള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ പേര് വന്നിട്ടുള്ളത്. ഈ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നല്ല റെഡ് കളറിലുള്ളതാണ്, നല്ല ടേസ്റ്റുമാണ്. തായ്ലൻഡ് പർപ്പിൾ ഗോവ എന്നുള്ള വെറൈറ്റിയാണ് ഈ പ്ലാന്റ്.
അപ്പോൾ ഇതിൽ നിറയെ കായകൾ ഉണ്ടാകാറുണ്ട്. നല്ല ഹൈറ്റിൽ അത് പോകാറാണ് പതിവ്. പക്ഷേ നമുക്കിതിനെ പ്രൂൺ ചെയ്തൊക്കെ ഒരു സൈസിന് ബുഷാക്കിയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിറയെ കായകൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഫ്രൂട്ട്സിന് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉൾഭാഗം നല്ല പർപ്പിൾ കളറിലാണ് കാണപ്പെടുന്നത്. സീഡ്സും ഉണ്ട്, അതിന് ഒത്തിരി സീഡ്സും ഉണ്ട്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ്. നിറയെ കായ്ക്കുകയും ചെയ്യും. നമ്മൾ പ്രൂൺ ചെയ്ത് ഒരു ഡ്രമ്മിലൊക്കെ വളർത്താൻ വളരെ നല്ല വെറൈറ്റിയാണ്. ഇതാണ് സ്ട്രോബെറി ഗോവ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സിഡിയം കാറ്റ്ലിയാനം എന്നാണ്. കോമൺ നെയിം കാറ്റ്ലി ഗോവ, സ്ട്രോബെറി ഗോവ എന്നൊക്കെ അറിയപ്പെടുന്നു. നല്ല റെഡ് കളറിലുള്ള ചെറിയ ഫ്രൂട്ട്സാണ് ഇതിനുള്ളത്. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് വളർത്താൻ വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ചേറെ പേര വെറൈറ്റികളെക്കുറിച്ചും അവയുടെ പ്ലാന്റ്സിനെ കുറിച്ചും അതെവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി നിങ്ങൾക്കത് ഉപയോഗപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കൊരു പോട്ടിങ്ങും കൂടെ കണ്ടാലോ? ഒരു പേരയുടെ പോട്ടിങ്ങും കൂടെ കാണാം. നമ്മൾ ഇത്രയും പേരയെക്കുറിച്ച് മനസ്സിലാക്കിയതല്ലേ, പേരയുടെ പല വെറൈറ്റികളെക്കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി. ഇനി ഞാൻ ഒരു പേരയുടെ തൈ വാങ്ങിയിട്ടുള്ളത് KG ഗോവ, അതായത് കിലോ പേരയുടെ ഒരു തൈ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പോട്ടിങ്ങും കൂടെ കാണിക്കാം. ആദ്യം നമ്മൾ നല്ലൊരു പോട്ട്, സാമാന്യം വലുപ്പമുള്ളൊരു പോട്ട് എടുത്തിട്ട് അതിൻ്റെ ബോട്ടം ലെയറിൽ കുറച്ച് ഗ്രാവൽസൊക്കെ അടുക്കി കൊടുക്കുക. വെള്ളം നല്ല രീതിക്ക് വാർന്നു പോകാനായിട്ടുള്ള രീതിക്കാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ഡ്രൈ ലീവ്സ് ഇട്ട് കൊടുക്കണം. ഡ്രൈ ലീവ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ലതാണ്. അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഫഞ്ചിസൈഡും കൂടെ അപ്ലൈ ചെയ്യുക. കുറച്ച് സാഫിൻ്റെ പൊടി വിതറി കൊടുക്കുക. കാരണം ലീഫല്ലേ, അതിലെന്തെങ്കിലും ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ്. പിന്നെ നമ്മൾ നല്ല ഒരു പോട്ടിംഗ് മിക്സർ റെഡിയാക്കി വെക്കുക. അതെപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഫ്രൂട്ട്സിനൊക്കെ പറ്റുന്ന പോട്ടിംഗ് മിക്സ് ഞാൻ പല വീഡിയോകളിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാവിൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പേരയ്ക്കയുടെ സയൻറ്റിഫിക് നെയിം സിഡിയം ഗൊയാവ എന്നാണ്. മിർട്ടേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഈ ഗൊയാവ ഉൾപ്പെടുന്നത്. പിന്നെ ആ പേരയുടെ തൈ ഇതാണ്, ഞാൻ വാങ്ങിയ പേരയുടെ തൈ ഇതാണ്. നമ്മുടെ പേരയുടെ തൈക്കും അതിൻ്റെ റൂട്ട്സിനും ഒരു പ്രശ്നവും സംഭവിക്കാതെ കവറിൽ നിന്ന് വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൻ്റെ ആ പോട്ടിംഗ് മിക്സിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിത് വെക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സിനെ നമുക്കതിൻ്റെ സൈഡിലൂടെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. ഈവനായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്കറിയാം എത്ര ലെവൽ വരെ അത് വേണ്ടി വരും മണ്ണെന്നുള്ളത് നമുക്കറിയാം. ആ രീതിക്ക് നമുക്ക് അതിൻ്റെ സൈഡിലൂടെ പോട്ടിംഗ് മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ വാങ്ങിയ കവറിൽ എത്ര മണ്ണുണ്ടായിരുന്നോ ആ ലെവൽ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റിലേക്ക് നമുക്കിടാം. പക്ഷേ ഗ്രാഫ്റ്റഡ് തൈകളാണെങ്കിൽ നിങ്ങൾ ആ ഗ്രാഫ്റ്റിന് മുകളിലേക്ക് മണ്ണൊരിക്കലും ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലാന്റ് നശിച്ചു പോകും, അത് ചീത്തയായി പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എയർ ലെയർ ചെയ്ത തൈകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇട്ടാലും വലിയ പ്രശ്നം വരുന്നില്ല. ഗ്രാഫ്റ്റ് തൈകളാണെങ്കിൽ നിങ്ങളാ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഗ്രാഫ്റ്റ് തൈകൾ എങ്ങനെയുള്ളതാണെന്ന്. നമുക്ക് വേറൊരു സാധാരണ ഒരു ചെടിയുടെ സ്റ്റെമ്മിലായിരിക്കും ഈ ഹൈബ്രിഡ് വെറൈറ്റിയുടെ സ്റ്റെം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ നമുക്കറിയാം, അതിൽ ചേർത്ത് വെച്ചിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഗ്രാഫ്റ്റഡ് തൈയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി എടുത്ത ശേഷം നിങ്ങൾ ഈ പ്ലാന്റ് ചെയ്യണം. അപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഗ്രാഫ്റ്റ് ഒരിക്കലും മണ്ണിൻ്റെ അടിയിലേക്ക് പോകരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാതെ നമ്മൾ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ ഇതാരും പറഞ്ഞു തന്നിട്ടും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോവും. അപ്പോൾ എയർ ലെയർഡ് പ്ലാന്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, റൂട്ട്സ് അതിലുണ്ടാവും, അത് താഴേക്ക് വരുന്ന രീതിക്ക് പ്ലാന്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എല്ലാം മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിനെ KG ഗോവ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വളർന്ന് നല്ല റെഡി ആവട്ടെ. അപ്പോൾ നല്ല നിറയെ പേരയൊക്കെ കായ്ക്കട്ടെ. നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇടയ്ക്കൊക്കെ വളവും ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പേരയുടെ തൈ വാങ്ങിയത് കുഴിപ്പള്ളം നഴ്സറിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പേരയുടെ തൈ നട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വളർച്ച നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളതിന് വളം ചെയ്ത് കൊടുക്കണം. ബയോ വളങ്ങളാണ് കൂടുതൽ നല്ലത്. ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വർഷത്തിലൊരിക്കൽ നിങ്ങൾ ഈ മണ്ണിൽ കുമ്മായവും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കിലോയെങ്കിലും കുമ്മായവും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി പിന്നെ 3 മാസത്തിലൊരിക്കൽ വളവും ചെയ്ത് കൊടുക്കുക. ബയോ വളങ്ങളാണ് ഏറ്റവും നല്ലത്, അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം.
അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തു, ഇന്നെടുത്ത വീഡിയോ ആണ്. അതിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ നട്ടതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ അതിലിപ്പോഴേ വന്നിട്ടുണ്ട്. നല്ലൊരു തൈയാണ്, നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേരയുടെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായിരുന്നാലും എനിക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലതുപോലെ ഉപയോഗം ചെയ്യും. കാരണം പലതരം പേരയ്ക്കകളെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു നോളജിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളൊന്ന് അവെയറാവും, ഇത് എന്ത് പേരയാണ്, ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള നമ്മളൊന്ന് ചിന്തിക്കും. എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായിരുന്നാലും വീഡിയോ കണ്ടു തുടങ്ങുമ്പോഴേ ഒരു ലൈക്ക് കൊടുക്കണം, ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം. അത് മാത്രവുമല്ല, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.